ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുമായിരുന്നു? കാലം ഇത്ര കഴിഞ്ഞിട്ടും ഫുട്ബോൾ ലോകത്തിൻ്റെ നെഞ്ചിൽ ഇന്നും ഒരു വിങ്ങലായി സിനദിൻ സിദാൻ ചോദിച്ച ആ ചോദ്യം അവശേഷിക്കുന്നു. ലോകകപ്പും യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗും ബാലൻഡിയോറും അടക്കം ഫുട്ബോളിലെ സകല കിരീടങ്ങളും സ്വന്തമാക്കിയ, ഇനി നേടാൻ ബാക്കിയൊന്നുമില്ലാത്ത ആ ഫ്രഞ്ച് ഇതിഹാസത്തിൻ്റെ കരിയർ അവസാനിച്ചത് ആരാധകരുടെ ചങ്കുപിളർക്കുന്ന ഒരു കാഴ്ചയിലൂടെയാണ്. 2006 ലോകകപ്പ് ഫൈനൽ. ബുദ്ധിയും പ്രതിഭയും മുഴുവനും ആവാഹിച്ച ആ മനോഹരമായ പനേക കിക്കിലൂടെ തുടക്കത്തിൽ തന്നെ സിദാൻ ഫ്രാൻസിന് വലിയ പ്രതീക്ഷ നൽകി. എന്നാൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുപോയ ആ ജീവൻ മരണ പോരാട്ടത്തിൽ മാർക്കോ മറ്റെറസി എന്ന ഇറ്റാലിയൻ നിരന്തരം ശാരീരികമായും മാനസികമായും സിദാനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. മൈതാനത്ത് എപ്പോഴും ശാന്തനായിരുന്ന സിസോയ്ക്ക് ആ നിമിഷത്തിൽ സമനില തെറ്റിയെങ്കിൽ അതിനു പിന്നിൽ നെഞ്ചുപൊട്ടുന്ന ഒരു കാരണമുണ്ടായിരുന്നു. മത്സരം കഴിഞ്ഞ് തൻ്റെ ജേഴ്സി നൽകാമെന്ന് പറഞ്ഞ സിദാനോട് അത് വേണ്ട, നിന്റെ സഹോദരിയെ മതി എന്ന് മാറ്റെറസി പറഞ്ഞപ്പോൾ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർ എന്നതിലുപരി ഒരു പച്ചയായ മനുഷ്യനായി അയാളുടെ ഹൃദയം പിടഞ്ഞു. ആ വികാര വിസ്ഫോടനത്തിൽ അയാളുടെ തല ഉപയോഗിച്ച് മാറ്റെറസിയെ ഇടനെഞ്ചിൽ ശക്തിയായി ഇടിച്ചു. അന്ന് റഫറിയുടെ ചുവപ്പ് കാർഡ് കണ്ട് കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ട ലോകകപ്പ് കിരീടത്തിനരികിലൂടെ തലകുനിച്ച് അയാൾ നടന്നു പോയപ്പോൾ ഫ്രഞ്ച് ജനതയുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളുടെയും ഹൃദയമാണ് നിലച്ചുപോയി. ആ കിരീട നഷ്ടത്തെയോർത്ത് പിന്നീട് അയാൾ പലതവണ പൊട്ടിക്കരഞ്ഞു. സ്വന്തം ജനതയോട് പലകുറി മാപ്പിരുന്നു. പക്ഷേ കുടിയേറ്റക്കാരനെന്ന് വിളിച്ച് അധിക്ഷേപിക്കപ്പെട്ടപ്പോഴും 1998 ഫ്രാൻസിനാദ്യമായി ലോകകപ്പ് നേടിക്കൊടുത്ത, കാൽപന്ത് കൊണ്ട് ഫ്രാൻസിൽ ഒരു രണ്ടാം വിപ്ലവം തീർത്ത തങ്ങളുടെ സിസോയെ തള്ളിപ്പറയാൻ അവർക്കായില്ല. അവർ അയാൾക്ക് എന്നോ മാപ്പ് നൽകി കഴിഞ്ഞിരുന്നു. ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കുമ്പോഴും സ്വന്തം ജീവന്റെ പാതിയായ കുടുംബത്തെക്കുറിച്ച് ഇത്രത്തോളം ഹീനമായ ആ വാക്ക് കേൾക്കേണ്ടി വന്നാൽ ആ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ ശരിക്കും എന്തു ചെയ്യുമായിരുന്നു?